നാളെ മുതൽ തുടങ്ങുന്നത്. അഞ്ചാമത്തെ തവണയാണ് ഇവിടെ നടത്തുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ കോവിഡിന് ശേഷം ഈ ശ്വാസകോശ രോഗങ്ങളുടെ ഒരു അതിപ്രസരം തന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഞങ്ങൾ അറിയപ്പെടാത്ത ഒരു ശാഖയായിട്ട് കണക്കാണ് ഞങ്ങൾ അതിന് എല്ലാ ശ്വാസകോശ രോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങളെ പറ്റി നിങ്ങൾക്കെല്ലാം നല്ല അവബോധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ 3 ദിവസത്തെ ഒരു സമ്മേളനമാണ് ഉദ്ദേശിക്കുന്നത്. നാളെ ഞങ്ങളെ പോസ്റ്റ് ഗ്രാജുവേറ്റിന്റെ ക്ലാസ്സുകളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സുകൾ എന്ന് വെച്ചാൽ ക്യൂസ് കോമ്പറ്റീഷന്, അതുപോലെ റിസർച്ച് പേപ്പർ പ്രസന്റേഷന്, പോസ്റ്റർ പ്രസന്റേഷന്, ക്ലാസ്സുകൾ ഇത് 1 ഡേ ഫുള്ളായിട്ട് നാഷണൽ ലെവലിലുള്ള ദേശീയ ലെവലിലുള്ള PG സ്റ്റുഡൻസ്, MD സ്റ്റുഡൻസ് പൾമനോളജിയുടെ ഒരു ക്ലാസ്സുകളാണ് നാളെ ഉദ്ദേശിക്കുന്നത്. ശനിയും ഞായറുമാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ഈ അക്കാഡമിക് സെഷൻ. നമ്മുടെ ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള വളരെ വിദഗ്ധർ പങ്കെടുക്കുന്ന ഒരു സമ്മേളനമാണിത്. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്കാണ്. നിങ്ങളെ എല്ലാവരെയും സമ്മേളനത്തിൽ ഞങ്ങൾ ക്ഷണിക്കുന്നു. കൂടുതലായിട്ട് ഞങ്ങൾ ദേശീയ സമ്മേളനം സാറ് പറഞ്ഞതുപോലെ നാളെയും മറ്റന്നാളും അതിന്റെ പിറ്റേ ദിവസമായിട്ട് നടക്കുകയാണ്. നിങ്ങൾക്കറിയാം, പണ്ടൊക്കെ ശ്വാസകോശം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ശ്വാസകോശം വളരെ പ്രധാനപ്പെട്ടതെന്ന് അറിയാം. പക്ഷേ ശ്വാസകോശ ആരോഗ്യത്തെക്കുറിച്ച് വലിയ അവബോധമൊന്നും നമുക്കുണ്ടായിരുന്നില്ല. നമ്മൾ പുകവലിച്ചും അന്തരീക്ഷ മലിനീകരണമൊക്കെ വഴി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. കോവിഡ് വന്നതിന് ശേഷമാണ് നമുക്കെല്ലാവർക്കും ശ്വാസകോശം എന്താണെന്നും വെന്റിലേറ്ററുകളുടെ ആവശ്യം എന്താണെന്നൊക്കെ ഒരു വ്യാപകമായ ഒരു ധാരണ പൊതുസമൂഹത്തിലുണ്ടായത്. അപ്പോൾ ആസ്മ, ദീർഘകാല ശ്വാസതടസ്സ രോഗങ്ങൾ, ശ്വാസകോശങ്ങളൊക്കെ ദ്രവിച്ചു പോകുന്ന ഇന്റർസ്റ്റിഷ്യൽ ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങളെക്കുറിച്ച് നിരവധി വിദഗ്ധരുടെ പ്രബന്ധാവതരണവും ഡിബേറ്റുകളും അവിടെ ഉണ്ടാകും. ഒപ്പം പുതിയ വിഷയങ്ങളുണ്ട്. ഇപ്പം നിർമ്മിത ബുദ്ധിയും ശ്വാസകോശ രോഗ നിർണയത്തിലും ചികിത്സയിലും വഹിക്കുന്ന പങ്ക്. നിർമ്മിത ബുദ്ധി ഇപ്പം എല്ലായിടത്തും മീഡിയ മേഖലയിലാണെങ്കിലും എല്ലായിടത്തും വളരെ പ്രധാനമാണ്. അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമുക്കറിയാം, ഈ വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന രോഗികൾക്ക് എത്ര നാൾ വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വരും എന്നൊക്കെ നേരത്തെ തന്നെ അവർക്ക് നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഇന്ന് ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് 2024 നവംബറിൽ പാസ്സാക്കിയിട്ടുണ്ട്. ലിവിങ് വിൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. അതായത് എനിക്ക് എന്തൊക്കെ ചികിത്സ വേണം വേണ്ട എന്ന് എനിക്ക് കൃത്യമായ ബോധമുള്ളപ്പോൾ തന്നെ എനിക്ക് നേരത്തെ തന്നെ നമ്മുടെ വില്ലുണ്ട്, നമ്മുടെ വിൽപത്രം തയ്യാറാക്കുന്ന പോലെ തന്നെ തയ്യാറാക്കാൻ പറ്റും. അതിനെക്കുറിച്ചുള്ള ചർച്ചയും നമ്മളവിടെ വെക്കുന്നുണ്ട്. കാര്യം വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികൾക്കൊക്കെ നമുക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഡോക്ടറെ, അച്ഛനെ ഒന്ന് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാനല്ല, നമുക്ക് മാറ്റാൻ നിയമമില്ല. നേരെ മറിച്ച് വെന്റിലേറ്ററിൽ കയറ്റണോ കയറ്റണ്ടായോ എന്ന് രോഗിക്ക് നേരത്തെ പറയാൻ പറ്റും. അതിനിപ്പം ഒരു നിയമ സാധുത ഉണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആ ചർച്ച നയിക്കുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലും പ്രമുഖ പൊതുജനാരോഗ്യ പ്രവർത്തകനായ ഡോക്ടർ പത്മകുമാറാണ്. അദ്ദേഹമാണ് ആ ചർച്ച നയിക്കുന്നത്. പിന്നെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയനായ ഡോക്ടർ SK കട്ടിയാർ, ഡോക്ടർ നിഖിൽ സാരംഗ് തുടങ്ങിയവരും പ്രഭാഷണത്തിലുണ്ടാവും. അതിനു പുറമെ കേരളത്തിൽ നിന്നുള്ള നിരവധി സീനിയർ അധ്യാപകരും പ്രഗത്ഭരായ ശ്വാസകോശ വിദഗ്ധരും ഈ സമ്മേളനത്തിൽ പ്രബന്ധാവതരണം, ഡിബേറ്റുകൾ, ചർച്ചാ ക്ലാസുകൾ, സെമിനാറുകളൊക്കെ ആയിട്ടുണ്ട്. ഇതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ 2 ആഴ്ച മുമ്പ് കുമരകത്ത് പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു ക്യാമ്പും ഒരു സെമിനാറും നടത്തിയിരുന്നു. ഇപ്പൊ ഓണക്കാലമൊക്കെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ അത് വളരെ വ്യാപകമായിട്ട് പ്രചരണം നടത്താൻ പറ്റിയാണ്. അപ്പോൾ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ആ ക്യാമ്പ് വളരെ വിജയമായിരുന്നു. ഇനിയും ഇത്തരം ക്യാമ്പുകൾ കോട്ടയം റെസ്പിറേറ്ററി സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അതുപോലെയുള്ള നിരവധി ക്യാമ്പുകളും സെമിനാറുകളും നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദേശീയ സമ്മേളനം ഒരു വിജയമാക്കുന്നതിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു നിർലോഭമായ പിന്തുണ ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടികളെ കുറിച്ചുള്ള ഒരു സംക്ഷിപ്തമായ ഒരു വിവരണം നിങ്ങൾക്ക് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്.